ചെറുകഥ ലൂണ. എഴുത്ത് ജയേഷ് മൈനാഗപ്പള്ളി. നിലാവുദിച്ചു നിന്ന ആ രാത്രിയിൽ കോടമഞ്ഞ് പുതച്ചു നിന്ന തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് തെളിഞ്ഞ പൂർണ്ണചന്ദ്രനെ നോക്കി ഉറക്കെ കുരയ്ക്കുകയാണ് ആ നായ്ക്കുട്ടി. സമയം രാത്രി 12 കഴിഞ്ഞിരിക്കുന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ആ മലയോരത്ത് തോട്ടത്തിൻ്റെ ഒരു ഓരം ചേർന്ന് ആകെ 4 വീടുകളാണുള്ളത്. അവിടെ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ അകലെയാണ് മറ്റുള്ള കോട്ടേജുകൾ. നായയുടെ കുര കേട്ട് ഒരാൾ പോലും വാതിൽ തുറന്നില്ല. ഒരു വീട്ടിലും ആരും ഉണർന്നില്ല. നിലാവുദിക്കുന്ന രാത്രികളിൽ അവൻ്റെ കുര പതിവുള്ളതാണെന്ന് അവർക്കിപ്പോഴറിയാം. നിലാവിനോട് വല്ലാത്ത പ്രണയമാണ് ആ കുഞ്ഞു നായ്ക്കുട്ടിക്ക്. അങ്ങനെയാണ് അവൻ ആ പേര് കിട്ടിയത്, ലൂണ. ഒറ്റ വരിയിൽ നിരനിരയായി നിൽക്കുന്ന ആ 4 വീടുകളിൽ ഏറ്റവും അവസാനത്തേതാണ് തോമസിൻ്റെ വീട്. തോമസും ഭാര്യ അന്നക്കുട്ടിയും 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ അലീനയുമാണ് ആ വീട്ടിൽ. 6 മാസങ്ങൾക്ക് മുമ്പ് ആ വീട്ടിലേക്ക് വിരുന്നെത്തി സ്ഥിരതാമസക്കാരനായവനാണ് ലൂണ. ആ വീട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം, ഇപ്പോൾ അവിടുത്തെ 4-ാമൻ. ഒരു ദിവസം ഒരു പെരുമഴയത്ത് സ്കൂൾ വിട്ടുവരുന്ന വഴിയിലാണ് എലീനയ്ക്ക് അവനെ കിട്ടിയത്. തോട്ടത്തിലൂടെയുള്ള നടവഴിയിൽ കുത്തിയൊലിച്ചു വന്ന മഴവെള്ളത്തിനൊപ്പം എവിടെ നിന്നോ ഒഴുകി വന്ന അവൻ ഒരു തേയിലച്ചെടിയിൽ തടഞ്ഞു നിന്ന് വിറച്ച് കരയുകയായിരുന്നു. കരഞ്ഞ് തളർന്ന് ശബ്ദം തീരെ മൃദുവായി വെറും ഞരക്കം മാത്രമായ അവസ്ഥയിലാണ് എലീന അവനെ കണ്ടത്. അനിശ്ചിതത്വം നിറഞ്ഞ അവൻ്റെ കണ്ണുകൾ യാചനയോടെ എലീനയെ നോക്കി. കറുപ്പും വെളുപ്പും നിറങ്ങളുള്ള ഓമനത്ത് നിറഞ്ഞ ആ നായ്ക്കുട്ടി അവളുടെ പിഞ്ച് ഹൃദയം കവർന്നു. തേയിലച്ചെടികൾക്കിടയിൽ നിന്നും അവനെ വാരിയെടുത്ത് പുസ്തകക്കെട്ടിനൊപ്പം അവനെയും നെഞ്ചോട് ചേർത്ത് വീട്ടിലെത്തിയപ്പോഴേക്ക് അവൻ ഉറക്കമായി കഴിഞ്ഞിരുന്നു. അതിൻ്റെ കണ്ണു വിരിഞ്ഞിട്ട് അധിക ദിവസങ്ങളായില്ലെന്ന് തോമസിന് മനസ്സിലായി. അതിനെ വളർത്താനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് മഴ തോരുമ്പോൾ എവിടെയെങ്കിലും ഉപേക്ഷിക്കാമെന്ന് അന്നക്കുട്ടിയും തോമസും തീരുമാനമെടുത്തെങ്കിലും അലീനയുടെ ആത്മാർത്ഥമായ കരച്ചിൽ കണ്ട് അവർ പിൻവാങ്ങുകയായിരുന്നു. അങ്ങനെയാണ് അവൻ അവിടുത്തെ ഒരംഗമായി മാറിയത്. 4-5 ദിവസങ്ങൾ കൊണ്ട് അവൻ അവരുടെയും അയൽ വീട്ടുകാരുടെയും പ്രിയപ്പെട്ടവനായി മാറി. അവൻ്റെ സാന്നിധ്യം അവർക്ക് ഊർജം പകർന്നു. അവരുടെ ദൈനംദിന ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ പുതിയ ഇഴകൾ നെയ്തുകൊണ്ട് വിശ്വസ്തനായ ആ മൃഗം അവരിൽ ഒരാളായി. അവനെ ചങ്ങലക്കിടാൻ അലീന സമ്മതിച്ചില്ല. സ്വാതന്ത്ര്യത്തിൻ്റെ വിശാലതയിലാണ് അവൻ ഉറങ്ങിയതും ഉണർന്നതും. നിലാവിനോട് വല്ലാത്തൊരിഷ്ടമായിരുന്നു അവന്. നിലാവുള്ള രാത്രികളിൽ മുറ്റത്താണ് അവൻ കിടക്കുക. ആ ദിവസങ്ങളിൽ അവൻ ഉറങ്ങാറില്ല. ആകാശത്തിലേക്ക് നോക്കി ആ ചന്ദ്രബിംബത്തെ ആസ്വദിച്ച് അങ്ങനെയേ കിടക്കും. ചിലപ്പോൾ നിർത്താതെ കുരയ്ക്കും, ഒരുതരം സന്തോഷത്തോടെ, അവൻ്റേതായ ഭാഷയിൽ എന്തോ പറയുന്നത് പോലെ. ആദ്യമൊക്കെ ആ കുര കേട്ട് ആളുകൾ ഉണരുമായിരുന്നു. പിന്നെ പിന്നെ അവൻ്റെ സ്വഭാവം പിടികിട്ടിയപ്പോൾ അവരത് കാര്യമാക്കാതെയായി. അവനൊരു പേര് വിളിക്കുന്ന കാര്യം ആരും ഓർത്തില്ല. സ്കൂളിലെ സയൻസ് മാഷിനോട് തൻ്റെ നായ്ക്കുട്ടിയുടെ കഥ അലീന തന്നെയാണ് പറഞ്ഞത്. നിലാവിനോടുള്ള അവൻ്റെ പ്രണയം കേട്ട ആ മാഷാണ് അവന് ലൂണ എന്ന് പേരിട്ടത്. ഇന്നത്തെ ഈ നിലാവിലും അവൻ ആകാശം നോക്കി കുരയ്ക്കുകയാണ് പതിവ് പോലെ. പെട്ടെന്ന് നിലാവിനെ മറിച്ച് ആകാശത്ത് മേഘങ്ങളിരുണ്ടു. അതിൻ്റെ നിഴലുകൾ പോലെ ലൂണയുടെ കണ്ണിലും ഭയം നിഴലിച്ചു. അന്ന് അലീനയുടെ കൈകളിലെത്തിയ ആ ദിവസത്തിന് ശേഷം അവൻ മഴ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇരുണ്ട മേഘങ്ങളിൽ നിന്ന് ഒരു തുള്ളി അവൻ്റെ മുന്നിൽ പതിച്ചു. അവൻ ഓടി വരാന്തയിലേക്ക് കയറി. സൗമ്യമായി ആരംഭിച്ച ആ മഴ നിമിഷനേരം കൊണ്ട് പെരുമഴയായി. ആകാശം ഉഗ്രതയോടെ അലറി. ആരോടോ ഉള്ള പക പെയ്തിറങ്ങും പോലെ മഴ കനത്തു. തേയിലക്കാടുകൾക്കിടയിലൂടെ പുഴ പോലെ ഒഴുക്കു തുടങ്ങി. ഉറച്ച വേരുകളുള്ള ആ ചെടികളെ പറിച്ചെടുത്തുകൊണ്ട് കുത്തിയൊഴുകുകയാണ് വെള്ളം. വീർപ്പുമുട്ടി നിന്ന ഭൂമിക്ക് പിന്നെ പിടിച്ചു നിൽക്കാനായില്ല. കാതടപ്പിക്കുന്ന ഒരലർച്ചയോടെ മലമുകളിൽ നിന്ന് മണ്ണിടിഞ്ഞു. തൻ്റെ വഴിയിലുള്ള എല്ലാത്തിനെയും വിഴുങ്ങിക്കൊണ്ട് മണ്ണും വെള്ളവും
പാഞ്ഞു വരികയാണ്. ലൂണ ഉറക്കെ കുരച്ചു. ആരും അത് കേട്ടില്ല. വെപ്രാളത്തോടെ ഓടിച്ചെന്ന് ഓരോ വീടുകളുടെയും വാതിലിൽ അവൻ തലകൊണ്ടിടിച്ചു. ആ കുഞ്ഞു ശബ്ദം മഴയിൽ മുങ്ങിപ്പോയി. ഏതാനും മണിക്കൂറുകൾ മുമ്പ് വരെ സന്തോഷം അലതല്ലി നിന്ന ആ വീടുകളെ അപ്പാടെ വടിച്ചെടുത്തുകൊണ്ട് മലവെള്ളം പാഞ്ഞു. ഒഴുക്കിൽപ്പെട്ട ലൂണ ഒരു വലിയ മരത്തിൻ്റെ ശിഖരത്തിൽ കുരുങ്ങിക്കിടന്നു. ഒരു വലിയ നാശത്തിൻ്റെ മൂകസാക്ഷിയായി അവൻ. പ്രകൃതിയുടെ ആ സംഹാരതാണ്ഡവം പുലർച്ചയോടെ അവസാനിച്ചു. രക്ഷാപ്രവർത്തകർ ഓടിയെത്തുമ്പോൾ നിരാശ നിറഞ്ഞതായിരുന്നു രംഗം. അവിടെ നിന്നിരുന്ന 4 വീടുകളും കണ്ണത്താ ദൂരം പരന്നു കിടന്ന തേയിലത്തോട്ടവും മണ്ണിനടിയിലായിരിക്കുന്നു. അവശേഷിച്ച ആ ഒറ്റമരത്തിൻ്റെ ശിഖരത്തിൽ നിന്ന് ആരോ ഒരാൾ ലൂണയെ താഴെ ഇറക്കി. രക്ഷാപ്രവർത്തകരുടെ തിരച്ചിലിനൊപ്പം ആ അവശിഷ്ടങ്ങൾക്കിടയിൽ അവനും അലഞ്ഞു. മൂക്ക് നിലത്തേക്ക് മുട്ടിച്ച് മണ്ണിൻ്റെ ആഴങ്ങളിൽ എവിടെയോ ഉണ്ടെന്ന് അവൻ പ്രതീക്ഷിച്ച ആ ഗന്ധത്തിനായുള്ള തിരച്ചിൽ. അവൻ്റെ വിശാലമായ ലോകം ശൂന്യമായ ഒരിടമായി ചുരുങ്ങിയിരിക്കുന്നു. ഒരിക്കൽ അവിടെ എന്തായിരുന്നുവോ ഇപ്പോൾ അതിൻ്റെ പ്രേതം മാത്രം. 3-4 ദിവസങ്ങൾ കടന്നുപോയി. രക്ഷാപ്രവർത്തകർ ഓരോ ദിവസവും പുതിയ മൃതദേഹങ്ങൾ കണ്ടെടുത്തുകൊണ്ടിരുന്നു. ഓരോന്നും പുറത്തേക്കെടുക്കുമ്പോൾ ലൂണ അവർക്കരികിലേക്ക് ഓടിയെത്തി. തൻ്റെ പ്രിയപ്പെട്ട തോമസിൻ്റെ, അന്നക്കുട്ടിയുടെ, എലീനയുടെ ആരുടെയും മണം അവന് കിട്ടിയില്ല. 7-ാം ദിവസം തിരച്ചിൽ അവസാനിപ്പിക്കുവാൻ രക്ഷാപ്രവർത്തകർ തീരുമാനിച്ചു. അവർ മലയിറങ്ങുമ്പോൾ ലൂണയുടെ ഹൃദയം തകർന്നിരുന്നു. മറ്റെല്ലാവരുടെയും മൃതദേഹങ്ങൾ കിട്ടിയിട്ടും അവൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തെ മാത്രം അവർക്ക് കണ്ടെത്താനായില്ല. അടിവാരത്തിന് താഴെ തകർന്ന റോഡുകളിലൂടെ രക്ഷാപ്രവർത്തകരുടെ വാഹനങ്ങൾ ഇരമ്പി നീങ്ങി മറഞ്ഞു. ലൂണയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അസഹനീയമായ ഒരു നിശബ്ദത അവിടെ അവശേഷിച്ചു. അവനുവേണ്ടി ആരൊക്കെയോ നൽകിയ ബിസ്ക്കറ്റുകൾ ചെളിയിൽ അലിഞ്ഞു ചേർന്ന് കിടപ്പുണ്ടായിരുന്നു. അവൻ അതിലേക്കൊന്നും നോക്കിയതുപോലുമില്ല. അങ്ങകലെ ആ വാഹനങ്ങൾ കാഴ്ചയിൽ നിന്ന് മറഞ്ഞപ്പോൾ അവൻ്റെ വാൽ പതിവിലും താഴ്ന്നു. ഒരിക്കൽ കൂടി അവൻ ആ അവശിഷ്ടങ്ങൾക്കിടയിലേക്ക് നടന്നു. മൂക്ക് മണ്ണിൽ മുട്ടിച്ച് ആ പ്രിയപ്പെട്ട ഗന്ധം മാത്രം തിരഞ്ഞുകൊണ്ട്, അവൻ്റെ പ്രിയപ്പെട്ടവരുടെ ഏതെങ്കിലും ഒരു അടയാളം തിരഞ്ഞുകൊണ്ട്. ഒടുവിൽ സൂര്യൻ അസ്തമയത്തിലേക്കടുത്തപ്പോൾ ക്ഷീണിതനായ അവൻ വേച്ച് ആ ഒറ്റമരത്തിൻ്റെ ചുവട്ടിലേക്ക് നടന്നു. അതിൻ്റെ വേരുകൾ ഭൂമിയുടെ ഞരമ്പുകൾ പോലെ പുറത്തേക്ക് തെളിഞ്ഞു നിന്നിരുന്നു. അവൻ അവിടേക്ക് പതിയെ കിടന്നു. ആ വേരുകൾ അവനെ മുറുകെ പിടിക്കുന്നത് പോലെ അതിനോട് ഒട്ടിച്ചേർന്ന് അവൻ കിടന്നു. ആ പരുക്കൻ വേരുകൾ അവൻ്റെ പ്രിയപ്പെട്ട അലീനയുടെ കുഞ്ഞു കരങ്ങളായി അവന് തോന്നി. ഒരിക്കൽ കൂടി ആ കുഞ്ഞു കൈകൾ അവനെ ചേർത്ത് പിടിക്കുന്നത് പോലെ. ലൂണ സാവധാനം കണ്ണുകൾ അടച്ചു. തോമസിൻ്റെ, അന്നക്കുട്ടിയുടെ, അലീനയുടെ ഒക്കെ ശബ്ദങ്ങളും ചിരിയും എവിടെയോ മുഴങ്ങുന്നതുപോലെ. രാത്രി വീണ്ടും തണുത്തുറഞ്ഞു. അവൻ്റെ ശ്വാസത്തിൻ്റെ ആഴം കുറഞ്ഞു. ഹൃദയമിടിപ്പ് മന്ദഗതിയിലായി. ഭൂമിയുടെ ആഴങ്ങളിലെവിടെയോ മറവു ചെയ്യപ്പെട്ട പ്രിയപ്പെട്ട ഓർമ്മകളുടെ ചേതനയില്ലാത്ത കാവൽക്കാരനായി അവൻ്റെ നിശ്ചലമായ ശരീരം അവിടെ കിടന്നു. ഇടയ്ക്കിടെ വീശിയടിച്ച കാറ്റിൻ്റെ ശബ്ദത്താൽ മാത്രം മുറിഞ്ഞുപോയ ഒരു നിശബ്ദത ആ ദുരന്തഭൂമിയിൽ അവശേഷിച്ചു.